കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ വെന്ത് കിട്ടും. അങ്ങനെ നമ്മുടെ നല്ല അടിപൊളി ചക്കയുടെ ആ ഒരു മണം കൊണ്ടങ്ങ് നിൽക്കുകയാണ്. അപ്പോൾ ഇതിന് നല്ല മീൻകറിയോ വെള്ളക്കറിയോ ചമ്മന്തിയോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിട്ട് കഴിക്കാം. അപ്പോൾ അതാണ്ട് ഇതൊരു 3/4 ഭാഗത്തോളം ആയിട്ടുണ്ട്. അപ്പോൾ ചക്കക്കുരു വേവാൻ വേണ്ടിയാണ് ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചത്. അല്ലെങ്കിൽ നമുക്ക് ഫ്ലെയിം കൂട്ടി വെച്ച് ചക്ക വേഗം വെന്ത് കിട്ടും. പിന്നെ ഇതിന് താളിപ്പ് കൊടുക്കണം, വെളിച്ചെണ്ണയിലെ താളിപ്പ് തന്നെ കൊടുക്കണം. അപ്പോൾ അതാണ്ടേ ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക്, കറിവേപ്പില, വറ്റൽമുളക്. അപ്പോൾ അത് അത്രയും ചേർത്തിട്ട് ഇതുപോലെ അങ്ങ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചക്കക്കുരു കറി റെഡിയായിട്ടുണ്ട്. അവിയൽ എന്നാണ് നമ്മളിതിനെ ഇവിടെ പറയുന്നത്. ട്രിവാൻഡ്രത്ത് അവിയൽ എന്ന് പറയുന്നത് ഇതുപോലെയാണ്. ചക്ക അവിയൽ വെക്കുന്നത് ചക്കക്കുരുവും കൂടെ ചേർത്ത് ഇതുപോലെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതുപോലത്തെ റെസിപ്പീസിനൊക്കെ എന്താണ് പേര് വിളിക്കുന്നതെന്ന് പറയൂ. കറിയായിട്ടാണോ, തോരനായിട്ടാണോ, അവിയലായിട്ടാണോ? അപ്പോൾ എന്തായാലും നിങ്ങൾ കാണുന്നവരെന്തായാലും അഭിപ്രായങ്ങളൊക്കെ കൂടി ഒന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ പോകുന്നതിന് മുന്നേ എന്തായാലും ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് ഓണാക്കി ഇടുക.